പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ പ്രഭാതവന്ദനം. ആത്മമന്ന എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തിക്കാത്ത അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം, ആക്ട്സ് ചാപ്റ്റർ 18:11. അവൻ 1 ആണ്ടും 6 മാസവും അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചുകൊണ്ട് താമസിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട, വളരെ പരിചിതമുള്ളൊരു ഭാഗം ആണ് ഈ 18-ാം അധ്യായം. പൗലോസ് കൊരിന്തിൽ ആയിരിക്കുന്ന ഒരു ഭാഗത്തെക്കുറിച്ചാണ്. ശീലാസും തിമത്തിയോസും മാസിഡോണിയയിൽ വന്ന് അപ്പോൾ പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ടും യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിക്കുന്ന ഭാഗമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പറയുന്ന ഒരു ഭാഗം, ഈ കൊരിന്ത് പട്ടണത്തെ വന്നപ്പോൾ അവിടെ ഒരുപാട് എതിരുകൾ പൗലോസ് നേരിടുകയാണ്. തനിക്ക് നേരിടുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ രാത്രിയിൽ തന്നുള്ള ദർശനത്തിൽ ഇടപെടുകയാണ് പൗലോസിനോട്. നീ ഭയപ്പെടാതെ പ്രസംഗിക്കാം, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രഭാതവേളയിൽ ദൈവം നമുക്ക് ചില ഉറപ്പുകൾ നൽകിയാണ് ദൈവം നമ്മളെ ആക്കുന്നത്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിങ്ങൾ ആയിരിക്കുന്ന ദേശത്തും നിങ്ങളായിരിക്കുന്ന ഭവനത്തും നിങ്ങൾ ഇന്ന് പ്രവേശിച്ചിരിക്കുന്ന ജോലിയിലും നിങ്ങളെ ദൈവമാക്കിയ ശുശ്രൂഷയ്ക്കകത്തും ദൈവം നൽകുന്ന 4 ഉറപ്പുകൾ എനിക്ക് ചിന്തിക്കുവാനായിട്ട് സാധിച്ച്. അതിൽ ഒന്ന് എന്താണെന്നറിയാമോ? ഭയപ്പെടാതെ പ്രസംഗിക്കുക. നീ ഭയപ്പെടരുത്. ഭയപ്പെടാൻ എന്ത് ചെയ്യുക? 2, മിണ്ടാതെ ഇരിക്കരുത്. അടുത്ത ഉള്ള ഉറപ്പ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. 3, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. പ്രിയപ്പെട്ടവരെ, ഒന്ന് നോക്കിക്കേ. ഭയപ്പെടരുത്, അത് പ്രസംഗിക്കണം. നീ മിണ്ടാതിരിക്കരുത്. അടുത്തത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അടുത്തത് പറയുകയാണ്, എന്താണ്? ആരും നിന്നെ കയ്യേറ്റം ചെയ്യത്തില്ല. അപ്പം നമ്മളെ ദോഷം ആരും നമുക്ക് ചെയ്യത്തില്ല. നിങ്ങൾ മിണ്ടാതിരിക്കരുത്. ധൈര്യത്തോടെ ചുവടുകൾ വയ്ക്കുവാൻ നമുക്ക് നൽകുന്ന ആലോചന. അപ്പോൾ ഈ ദൈവീയ വിഷയവുമായി നിങ്ങൾ പ്രാർത്ഥനയോടെ നിൽക്കുന്ന കാര്യത്തിനകത്ത് ഒരു വ്യക്തിയും നിങ്ങളെ കയ്യേറ്റം ചെയ്യത്തില്ല. അത് മാനസികമാകട്ടെ, വാക്കുകൾ കൊണ്ടാകട്ടെ, അല്ലാതാകട്ടെ, ആരും നിങ്ങളെ കയ്യേറ്റം ചെയ്യത്തില്ല. ഇന്ന് പ്രഭാതത്തിലൊന്ന് വിശ്വസിക്കാമോ? കർത്താവ് എൻ്റെ കൂടെയുള്ളത് കൊണ്ട്, കർത്താവ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്ന ഒരു ശുശ്രൂഷയിൽ, ഈ കുടുംബത്തെ, ഈ ഓഫീസിൽ ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത് കൊണ്ട് ആരും എന്നെ കയ്യേറ്റം ചെയ്യാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഒന്ന് ശക്തിയോടെ പറഞ്ഞാട്ടെ, ദൈവം അനുവദിക്കത്തില്ല. ഉറപ്പ് പ്രാപിച്ചു വേണം ഇന്ന് ഓഫീസിൽ പോകാൻ, ഉറപ്പ് പ്രാപിച്ചു വേണം ഇന്ന് ഡ്യൂട്ടിക്ക് പോകാൻ, ഉറപ്പോടെ വേണം ഇന്ന് കർത്താവിൻ്റെ വേലയിൽ അത് തുടരാൻ. സ്തോത്രം. എന്നിട്ട് അടുത്ത് പറയുകയാണ്, അവൻ 1 ആണ്ടും 6 മാസവും അവരുടെ ദൈവജനവും. ഇത്രയും പ്രതിസന്ധികൾ ഉള്ളപ്പോഴും ദൈവം പറഞ്ഞതിനെ, വാഗ്ദത്തത്തെ വിശ്വസിച്ച് ദൈവം നൽകി ഉറപ്പിനെ ഏറ്റെടുത്തുകൊണ്ട് 1 ആണ്ടും 6 മാസവും വീണ്ടും 1.5 ദിവസം പോലും അവിടെ താമസിക്കാൻ വകയില്ലാതിരിക്കുന്ന പട്ടണത്തിൽ 1 ആണ്ടും 6 മാസവും ദൈവം പാർപ്പിച്ചു. ഇന്ന് ഇതൊന്ന് വിശ്വസിക്കാമോ? 1 ദിവസം പോലും താമസിക്കാൻ വകയില്ലാത്തടത്ത് ദൈവം നിന്നെ വർഷങ്ങളോളം അവിടെ പാർപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് സംവത്സരങ്ങളോളം നിർത്തുന്നത് മനുഷ്യനല്ല, ഭൗമിക ഘടകമല്ല, എൻ്റെ ദൈവത്തിൻ്റെ കരമ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, വചനത്തിനായ സ്തോത്രം. കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം.